ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകസഭ എന്നൊരു പോയിൻറ്റിൻ്റെ കാര്യമായ ചോദ്യങ്ങളെ മാത്രം ഉൾപ്പെടുത്തി ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാവുന്ന പരമാവധി അംഗങ്ങൾ 550 ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാവുന്ന പരമാവധി അംഗങ്ങൾ 550 ആണ്. അപ്പോൾ ലോകസഭയുടെ ഇപ്പോഴത്തെ അംഗസംഖ്യ എന്നുള്ളത് 543 ആണ്. അടുത്തത്, ലോകസഭയിലേക്ക് ഒരംഗത്തെ മാത്രം അയക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 3 മിസോറാം, നാഗാലാൻഡ്, സിക്കിം. ലോകസഭയിലേക്ക് ഒരംഗത്തെ മാത്രം അയക്കാൻ കഴിവുള്ള 3 സംസ്ഥാനങ്ങളാണുള്ളത്. മിസോറാമും നാഗാലാൻഡും സിക്കിമുമാണ്. രാജ്യസഭയിൽ പ്രാതിനിധ്യം ഉള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളും 3 ഡൽഹിയും പുതുച്ചേരിയും ജമ്മുകാശ്മീരുമാണ്. ഡൽഹി, പുതുച്ചേരി, ജമ്മുകാശ്മീർ. രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ള 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഡൽഹി, പുതുച്ചേരി, അതുപോലെ തന്നെ ജമ്മുകാശ്മീർ ആണ്. ഇനി ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ആരൊക്കെയാണ്? ഫ്രാങ്ക് ആൻ്റണിയും AET ബാരോയുമാണ്. ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളാണ് ഫ്രാങ്ക് ആൻ്റണിയും AET ബാരോയും ആണ്. ഏറ്റവും കൂടുതൽ കാലം ലോകസഭാംഗമായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ഫ്രാങ്ക് ആൻ്റണി. ഏറ്റവും കൂടുതൽ കാലം ലോകസഭാംഗമായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ഫ്രാങ്ക് ആൻ്റണി. ഇനി ലോകസഭയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ലോകസഭാംഗത്തിൻ്റെ കാലാവധി 5 വർഷം. ലോകസഭയുടെ കാലാവധി 5 വർഷം. ലോകസഭാംഗത്തിൻ്റെ കാലാവധി 5 വർഷം. ഇനി ലോകസഭാ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുന്നത് പ്രസിഡൻ്റാണ്. ലോകസഭ പിരിച്ചുവിടുന്നതും പ്രസിഡൻ്റാണ്. ലോകസഭാ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുന്നതും പ്രസിഡൻ്റാണ്, പിരിച്ചുവിടുന്നതും പ്രസിഡൻ്റാണ്. ഇനി ലോകസഭാംഗമാകുന്നതിനുള്ളൊരു കുറഞ്ഞ പ്രായം എത്രയാണ്? 25 വയസ്സാണ്. ലോകസഭാംഗമാകുന്നതിനുള്ളൊരു കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് 25 വയസ്സാണ്. ഇനി ഏറ്റവും കൂടുതൽ ലോകസഭാംഗങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ ലോകസഭാംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ഇനി ഏറ്റവും കൂടുതൽ ലോകസഭാ അംഗങ്ങളുള്ള രണ്ടാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലോകസഭാംഗം വരുന്ന ഉത്തർപ്രദേശിൽ 80 പ്രതിനിധികളാണ്. ഏറ്റവും കൂടുതൽ ലോകസഭാംഗങ്ങളുള്ള രണ്ടാമത്തെ സംസ്ഥാനമായ മഹാരാഷ്ട്രക്ക് 48. ഇനി ഏറ്റവും കൂടുതൽ ലോകസഭാംഗങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഈ കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് 20 കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങൾ 20 ലോകസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയാണ് സുശീല ഗണേഷ് മൗലങ്കാർ. ലോകസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട സുശീല ഗണേഷ് മൗലങ്കാർ ആണ്. സുശീല ഗണേഷ് മൗലങ്കാർ. ഇനി അടുത്തത്, ലോകസഭയുടെ പരവതാനിയുടെ നിറം പച്ചയാണ്. കുതിരലാടത്തിൻ്റെ ആകൃതിയിൽ സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് ലോകസഭയിൽ ആണ്. ലോകസഭ ജനപ്രതിനിധി സഭ എന്നാണ് അറിയപ്പെടുന്നത്. 5 വർഷ കാലാവധിയാണ്. സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു. ജനങ്ങൾ നേരിട്ട് 543 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. നിലവിൽ ലോകസഭാംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നില്ല. മുൻപ് 2 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഇനി ലോകസഭ രൂപീകൃതമായ വർഷം എപ്പോഴാണ്? 1952 ഏപ്രിൽ 17 ലോകസഭ രൂപീകൃതമാകുന്നത് 1952 ഏപ്രിൽ 17 ഭരണഘടനയുടെ ഏത് വകുപ്പനുസരിച്ചാണ് ലോകസഭ രൂപീകൃതമാകുന്നത്? 81 വകുപ്പ് അനുസരിച്ചാണ്. ഭരണഘടനയുടെ ഏത് വകുപ്പാണ്? 81ാമത്തെ വകുപ്പാണ്. ഇനി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോസഭയാണ് ലോകസഭ. ഹൗസ് ഓഫ് പീപ്പിൾ ലോകസഭ എന്ന ഹിന്ദി പേര് സ്വീകരിക്കുന്നത് 54 മെയ് 14 1954 മെയ് 14 അപ്പോൾ 52 ഏപ്രിൽ 17 രൂപീകൃതമായി. പിന്നെ 52 മെയ് 13 ആദ്യത്തെ സമ്മേളനം നടന്നു. 54 മെയ് 14 ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു പേര് ഇത് സ്വീകരിച്ചത്. ഇനി യൂണിയൻ ലിസ്റ്റും കൺകറൻറ്റ് ലിസ്റ്റും ഉൾപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നുണ്ട്. ധനേതര ബില്ലുകൾ അവതരിപ്പിക്കുന്നു. ലോകസഭ ചെയ്യുന്നതാണ്. ഇനി അടുത്ത, നികുതി ചുമത്തലും വാർഷിക സാമ്പത്തിക കണക്കുകൾ, ബഡ്ജറ്റ് എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങൾ
അംഗീകരിക്കുന്നതും ലോകസഭയാണ്. നികുതി ചുമത്തൽ, വാർഷിക സാമ്പത്തിക കണക്കുകൾ, ബഡ്ജറ്റ് എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതും എന്താണ്? ലോകസഭയാണ്. അടുത്തത് ചോദ്യങ്ങൾ, ഉപചോദ്യങ്ങൾ, തീരുമാനങ്ങൾ, പ്രമേയങ്ങൾ, അവിശ്വാസ പ്രമേയങ്ങൾ തുടങ്ങിയവയുടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നതും ലോകസഭയാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതും ലോകസഭയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്നു, അതും ലോകസഭയുടെ അധികാരത്തിൽപ്പെട്ടവയാണ്. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും തിരഞ്ഞെടുക്കുന്നു, അതും ലോകസഭയുടെ അധികാരത്തിൽപ്പെട്ടവയാണ്. ഇനി ലോകസഭയുടെ അധികാരം എന്ന് പറയുന്നത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ എന്നിവരെ നീക്കം ചെയ്യുന്നു. ഇനി കമ്മിറ്റികളെയും കമ്മീഷനുകളെയും നിയമിക്കുകയും അവയുടെ റിപ്പോർട്ടുകൾ പരിഗണിക്കുകയും ചെയ്യുന്നത് ഈ ലോകസഭയാണ്. ഇനി ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള ലോകസഭ ഏതാണ്? 17ാം ലോകസഭ ആണ്. ഇനി ഏറ്റവും ദൈർഘ്യമേറിയ ലോകസഭ എന്ന് പറയുന്നത് 5ാം ലോകസഭയാണ്. ദൈർഘ്യം കുറഞ്ഞത് 12ാം ലോകസഭയും ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യം 17, ഏറ്റവും ദൈർഘ്യമേറിയത് 5, ദൈർഘ്യം കുറഞ്ഞത് 12. ലോകസഭാംഗമായ ആദ്യത്തെ മലയാളി വനിതയാണ് ആനിമസ് ക്രീനും അമ്മു സ്വാമിനാഥനുമാണ്. ലോകസഭാംഗമായിട്ടുള്ള ആദ്യത്തെ മലയാളിയാണ് ആനിമസ് ക്രീനും അമ്മു സ്വാമിനാഥനുമാണ്. രാജ്യസഭാംഗമായത് ലക്ഷ്മിയൻ മേനോനാണ്. ഇന്ത്യയുടെ ലോകസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയതാണ് പ്രീതം മുണ്ടെ. ഇന്ത്യൻ ലോകസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയതാണ് പ്രീതം മുണ്ടെ. അപ്പം നിലവിലെ ലോക്സഭാ സെക്രട്ടറി ജനറലാണ് ഉപൽകുമാർ സിംഗ് ആണ്.